ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളിയുടെ വിവാദ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്നും SIT രൂപീകരിക്കണമെന്നും രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ ഇവർ ആവശ്യപ്പെട്ടു. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് തർമ്മസ്ഥലയിൽ നിന്നും തത്സമയം. ദീപക്, ഗുഡ് മോർണിംഗ് ദീപക്. നമുക്ക് ഈ സ്ഥലത്ത് പോയി സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാനോ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ബൈറ്റ് എടുക്കുന്നത് പോലെ ബൈറ്റ് എടുക്കാനോ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ പ്രേക്ഷകരോട് മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പോകുന്ന സമയത്ത് അത്രത്തോളം വലിയ പ്രഷറാണ്. ശരിക്കും പറഞ്ഞാൽ കായികമായി തന്നെ നേരിടാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ പ്രദേശത്ത് അവർ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. ആക്ഷൻ കൗൺസിലിന് പോലും അവിടെ പരിമിതി ഉണ്ടാവുന്നു എന്നുള്ളിടത്താണ്. എല്ലാ സംവിധാനങ്ങളും ഈ മാഫിയ സംഘത്തിന് മുന്നിൽ തകർന്നു പോവുകയാണോ? ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീതി കിട്ടുമോ ദീപക് മലയമ്മ ധർമ്മസ്ഥലയിൽ കുഴിച്ചു മൂടപ്പെട്ട സത്യങ്ങൾക്ക്? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര കണ്ട എളുപ്പത്തിൽ ആളുകൾക്ക് ചെന്ന് അവിടുന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന സാഹചര്യം ധർമ്മസ്ഥലയിൽ ഇല്ല എന്നുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മേഖല എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര നഗരിയാണ്. നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നതും ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതും അങ്ങനെയാണല്ലോ. അതിൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്നത് ഏതാണ്ട് 400 ഏക്കറോളം വരുന്ന വനപ്രദേശം ഒക്കെയാണ് ഉള്ളത്. അവിടേക്ക് നിരവധിയായ ആളുകൾ വരുന്നുണ്ട്, ദിനേന എത്തുന്നുണ്ട്. അവിടെ ദിനംപ്രതി രാവിലെ മുതൽ ഭക്ഷണം, അതായത് അന്നദാനം ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, നല്ല കാര്യം. അതിനപ്പുറത്ത് നമ്മളിപ്പോൾ കേൾക്കുന്ന കഥകൾ എന്ന് പറയുന്നത് അത് വളരെയധികം പേടിപ്പെടുത്തുന്ന കഥകൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഒരു ശുചീകരണ തൊഴിലാളി അവിടെ നേത്രാവതി പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ജോലി ചെയ്ത ഒരാളൊരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. അത് നിരവധിയായ മൃതദേഹങ്ങൾ തനിക്ക് കുഴിച്ചിടേണ്ടി വന്നു. അതും ആ വനപ്രദേശത്ത് ഈ ഒരു മേഖലയിലുള്ള പവർഫുള്ളായിട്ടുള്ള ആളുകൾ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം എനിക്കത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഹസ്യമൊഴി 164 രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുപോലും ചോർന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അങ്ങനെ കണ്ട് ഒരു സ്വാധീന ശക്തിയുള്ള മേഖലയിൽ നിരവധിയായ പെൺകുട്ടികൾ ഒപ്പം തന്നെ സ്ത്രീകളൊക്കെ മരിക്കുന്ന സാഹചര്യം, ആ മരണങ്ങളൊക്കെ തന്നെ കാരണമാകുന്നത് അവിടെയുള്ള ഒരു പ്രത്യേക പവറുള്ള ആളുകളാണ് എന്നുള്ളതാണ് ആരോപണമായി വന്നത്. നമ്മൾ അവിടേക്ക് പോവുകയും നാട്ടുകാരുമായൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആരും തന്നെ കൃത്യമായി ഈ ഒരു പവർഫുള്ളായിട്ടുള്ള ടീമിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ ഒരു ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ആ മേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ കുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തത വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിലേക്കൊരു പ്രതിയെ കൊണ്ടുവരികയും ആ പ്രതി അല്ല യഥാർത്ഥത്തിൽ ഈ കേസ് ചെയ്തതെന്ന് പിന്നീട് തെളിയുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. കൂട്ടബലാത്സംഗത്തിനിരയായാണ് ഈ പെൺകുട്ടി മരിച്ചത് എന്നുള്ളത്. പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഒറ്റ പ്രതിയെയാണ് പോലീസ് കോടതിയിലേക്ക് എത്തിക്കുന്നത്. അത് 7 വർഷത്തെ ട്രയൽ നടക്കുന്നുണ്ട്. ആ ട്രയൽ നടന്നു കഴിയുന്ന സമയത്ത് കോടതി ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് ഒരാൾക്ക് കൂട്ടബലാത്സംഗം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ പോലീസിൻ്റെ എഫിഷ്യൻസി എന്താണ് എന്നുള്ളത്. ഈ ബൽത്തങ്ങാടി എന്ന് പറയുന്ന മേഖലയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. 2015 കൂടിയിട്ടാണ് ധർമ്മസ്ഥല മേഖലയിലേക്ക് ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ വന്നിട്ട് പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം വരും. കാരണം ഒരു തൊപ്പി വെച്ച് പോലും പോലീസുകാർ അത്ര കണ്ട് ശക്തമായ ഒരു പോലീസിംഗ് നടത്താത്ത മേഖലയായി ആ ഒരു പ്രദേശം ഇപ്പോഴും പോകുന്നു എന്നുള്ളതാണ്. ദീപക് മലയമ്മ, നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ ഭാഗമല്ലേ ഈ സ്ഥലം എന്ന് നമുക്ക് തോന്നിപ്പോകും. നിയമവാഴ്ചയും നീതിയും എല്ലാം അവിടെ ഒരു കൂട്ടം ആളുകൾ കൈയാളുന്ന ഒരു പ്രദേശമായിട്ട് ആ സ്ഥലം മാറിയിട്ടുണ്ട് അല്ലേ? അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടി വരും. കാരണം നമ്മളൊക്കെ പഠിച്ചതും അല്ലെങ്കിൽ പഴമക്കാരിൽ നിന്ന് പറഞ്ഞു കേട്ട ജന്മി കുടിയാൻ സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഒരു ജന്മി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ജന്മിക്ക് സമാനമായ രീതിയിൽ കുറച്ച് ആളുകൾ ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. ആ ഗ്രൂപ്പാണ് ആ മേഖല ഭരിക്കുന്നത്. അവർ പറയുന്നതിനപ്പുറത്തേക്ക് ഒരാളും ഒന്നും പറയില്ല എന്നുള്ള സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. അവിടെ ചെറിയൊരു ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തണം, ഇതിൽ നീതി വേണം, നിരവധിയായ പെൺകുട്ടികളുടെ മരണവും അവരെ കാണാതായ സംഭവങ്ങളിലുമൊക്കെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പക്ഷേ വലിയ ഗ്രൂപ്പല്ല, ഒരു ചെറിയ ഗ്രൂപ്പാണെങ്കിൽ പോലും അവർ നിവർന്നു നിന്ന് പോരാട്ടം നടത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആ 17-കാരിയുടെ അമ്മയൊക്കെ ഇപ്പോഴും പോരാട്ടം നയിക്കാൻ തയ്യാറാകുന്നത് എന്തെന്ന് വെച്ചാൽ നേരത്തെ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടു എന്നുള്ള സാക്ഷികളുണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് സാക്ഷികളുടെ തുമ്പ് പോലും ഇല്ലാതെയാകുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് ആ റോഡരികിൽ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ്. ആ ബസ് സ്റ്റോപ്പിൽ CCTV ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2012 കാലഘട്ടമാണ്. പക്ഷേ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി എന്നുള്ള നിലയ്ക്ക് അവിടെ CCTV
ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും തകർത്ത് കളയുന്ന സാഹചര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ തെളിവുകളും അത് പൂർണ്ണമായും മുളയിലെ നുള്ളിക്കളയുക എന്നുള്ളതാണ്. പല മൃതദേഹങ്ങളും ആസിഡ് ഒഴിച്ച് മുഖം വികൃതമാക്കിയ നിലയിലൊക്കെ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അങ്ങനെയൊക്കെ കൃത്യമായി വ്യക്തതയോടുകൂടി അയാൾ പറയാൻ തയ്യാറായിട്ട് പോലും ആ മേഖല, അതായത് ഈ വനാതിർത്തി പ്രദേശത്താണ് ഈ മൃതദേഹങ്ങളൊക്കെ കുഴിച്ചിട്ടത്, അത് 100-ലധികമുണ്ട് എന്നുള്ളതാണല്ലോ അയാളുടെ വെളിപ്പെടുത്തൽ. ആ മേഖലയൊന്ന് എക്സ്കവേറ്റ് ചെയ്യാനോ അയാൾ പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടോ എന്ന് പരിശോധിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ കൂടുതലായി DGPക്കൊക്കെ പരാതി പോയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ SIT ഫോർമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രത്തോളം എത്തുമെന്നുള്ളതാണ് നമ്മളടക്കമുള്ള ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ദീപക്. അവിടെയുള്ള മറ്റ് കന്നഡ മാധ്യമ പ്രവർത്തകരൊന്നും ഈ വാർത്ത കാര്യമായി ടേക്കപ്പ് ചെയ്തിട്ടേയില്ല അല്ലേ? ഇല്ല, ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലായത്. കാരണം രാഷ്ട്രീയമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ളത് എന്നുള്ളതാണ്. അതിൽ ഒരു രാഷ്ട്രീയം ഇതില്ല, എല്ലാ രാഷ്ട്രീയക്കാർക്കും സ്വീകാര്യരായിട്ടുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പിൻഭാഗത്തുണ്ട് എന്ന് പറയുമ്പോൾ, അതിനപ്പുറത്ത് സമ്പത്തുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അത് കന്നഡ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചുമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരു കാര്യം കൂടി ദീപക്. അവിടെ ഉണ്ടായിരുന്ന SP ഇപ്പോൾ ലീവ് എടുത്തു പോയെന്ന് കേട്ടു. ഈ അന്വേഷണത്തിന് ചുമതല ഉണ്ടായിരുന്നയാൾ അങ്ങനെയുണ്ടോ? ഉണ്ട്. അരുൺ എന്ന് പറയുന്ന ദക്ഷിണ കന്നഡയിലെ SP ആയിരുന്നു ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇത് അന്വേഷിച്ചത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ആക്ഷൻ കമ്മിറ്റി പറഞ്ഞത്. അതുകൊണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ ഏറെക്കുറെ മങ്ങലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ പോകണം എന്നുള്ളൊരു ചോദ്യം അവർക്ക് മുൻപിലുണ്ട്. അവർക്ക് കൃത്യമായൊരു ധാരണയില്ല അക്ഷരാർത്ഥത്തിൽ ഇനി എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. അതിനപ്പുറത്ത് ഇപ്പോൾ ഒരു വിഷയം നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ അത് തുറന്നു പറയാൻ ആളുകൾ തയ്യാറാവുകയും തുറന്നു പറഞ്ഞ് പോരാട്ടം നടത്തുന്നവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോഴാണല്ലോ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ നീതി തേടുന്ന ആ മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂട്ടമായി ഇവർക്കൊപ്പം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ആ മേഖലയിലുണ്ട്. താങ്ക് യു. എന്തായാലും ദീപക് അവിടെ തുടരുക, അവിടെ സുരക്ഷിതമായി മാത്രം റിപ്പോർട്ട് ചെയ്യുക. കാരണം അവിടെ ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് പോലും നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധം ദുരൂഹമായ ചില ഇടപെടലുകൾ ആ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങളുടെ പ്രതിനിധി ദീപക്കും നമ്മളുടെ വീഡിയോ ജേർണലിസ്റ്റും അടക്കമുള്ള സംഘം അവിടെ തുടരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു പ്രധാന വിഷയം ഇതാണെന്നേ, അവിടെ ഒരു സമാന്തരമായിട്ടുള്ളൊരു ലോകമുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ അവിടെ പോയിട്ടുള്ളവർക്കേ മനസ്സിലാവൂ. റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് തുടങ്ങുക. പക്ഷേ നമ്മൾ സധൈര്യം അവിടെ തുടരുകയാണ്. വരുന്ന ദിവസങ്ങളിലും നമുക്ക് കൂടുതൽ റിപ്പോർട്ടുകൾ നമ്മൾ ധർമ്മസ്ഥലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പരാതിയുണ്ട്, തട്ടിക്കൊണ്ടുപോയതിന് സാക്ഷികളുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്, കൂട്ടബലാത്സംഗമാണെന്ന് പറയുന്നു. ഒടുവിൽ ഒരു പ്രതിയെ കൊടുത്ത് ഈ സിസ്റ്റത്തിൽ നിന്ന് അവർ ഒഴിവാകുന്നു. ഒരു പ്രതി കൂട്ടബലാത്സംഗം നടത്തുന്ന നാടോ? അങ്ങനെ ഒരു നാട് ഈ ഇന്ത്യയിലുണ്ട്, കർണാടകയിലുണ്ട്, മാംഗ്ലൂരിനടുത്തുള്ള ധർമ്മസ്ഥല.